അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ട് നമ്മളിങ്ങനെ തീക്ഷ്ണമായിട്ട് വീക്ഷിക്കുമല്ലേ. എന്നാൽ എത്ര പേര് വരുന്ന ചായക്കട പോലെ നമുക്കും ചായക്കട തുടങ്ങിയാലും നമ്മൾ കുറച്ച് റിച്ച് ആവുമല്ലോ. എന്തായാലും ബോസിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കണം. കാര്യം നമ്മളാണല്ലോ ഈ പറഞ്ഞ ബോസ്. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസ് ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങനെ ബിസിനസിനെ കുറിച്ച് ആലോചിക്കുന്നത്. ലൈഫ് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സൈഡ് ആയിക്കൂടെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിക്കൂടെ എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ നമ്മുടെ നിലയിൽ വേണം, ലൈഫിൽ ചെയ്യണം. മുന്നേറണം എന്നൊക്കെ പറഞ്ഞ 5-6 ബിസിനസ് ഐഡിയാസ് ഒക്കെ ഇങ്ങനെ വരൂലേ. അല്ല പറയും പെട്ടെന്ന് കുട്ടിക്ക് അവിടെ നിന്നാണ് ബിസിനസിന്റെ ഐഡിയാസ് അതെന്ന് വെച്ചപ്പോ കഴിഞ്ഞ മണിക്കൂർ എന്നെ ആർക്കും വിളിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു. റാൻഡം ആയിട്ട് വന്നൊരു കോൺവെർസേഷൻ ആണ്, ഞങ്ങൾ ബിസിനസ്സിലേക്ക് വരെ എത്തി. ഐഡിയാസ് നമുക്ക് എക്സസ് മണി വേണം. എക്സസ് മണി വേണം. അത് ഉള്ള മണി വെച്ച് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഉള്ള മണി വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര മിനിമം എത്ര വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? മിനിമം ഒരു 3 CR വേണം. 3 CR? ഇത് കേട്ടത് എനിക്ക് നെഞ്ചേതിന് വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. 3 CR ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി 3 CR എവിടെ നിന്ന് കിട്ടുമെന്ന് ഇഷ്ടം. ഞാൻ ആലോചിക്കുന്നു 3 CR അല്ലാതെ വേറെ സാധാരണ ബിസിനസ് ഒന്നും ഇല്ല ഈ ലോകത്ത്. 3 CR ഇസ് എ വെരി ബിഗ് എമൗണ്ട് യൂസേ. അപ്പൊ വളരെ കുറഞ്ഞ റേറ്റിൽ ആരെങ്കിലും ഈ പറഞ്ഞ ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ? വളരെ മിനിമം ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ എത്രയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? സക്സസ് ആയിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വി ഗോട്ട് എ കോൾ. ഈസ്റ്ററോ? ഒരു വെറൈറ്റി പേരാണ് ഈസ്റ്റർ. ഏതോ ഒരു വർഷത്തിൽ ഈസ്റ്റർ ദിവസത്തിൽ പിറന്ന ആളാണോ? അതെ അതെ, കറക്റ്റ് ആയിട്ട്. ശരി, പറയൂ. ഈസ്റ്റർ എവിടെ നിന്ന് എന്നെ വിളിക്കുന്ന സ്ഥലം? കൊച്ചിയില് വീട് പഴന്തോട്ടം എന്ന് പറയും. പഴന്തോട്ടം. ഞാനൊരു 2000 രൂപ കൊണ്ട് 2000 താഴെ മുതൽ മുറക്കി തുടങ്ങിയൊരു ബിസിനസ് ഉണ്ട്. സൂപ്പർ. ബിലോ 2000 റുപ്പീസാ? അതെ അതെ. അതെന്നാ ബിസിനസ് ആണ്? ഞാനൊരു അച്ചാറിന്റെ ബിസിനസ്. അതിന് അച്ചാറ് വീട്ടിലുണ്ടാക്കി ഫേസ്ബുക്കിലിട്ട്, ആ കൊറോണ ടൈമിന്റെ ഫേസ്ബുക്കിലിട്ട് വിൽക്കാൻ തുടങ്ങി. ഓ, എന്നാ അച്ചാറായിരുന്നു അത്? അന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഡ്രൈ ബീഫിൽ ഉണക്ക ഇറച്ചി അച്ചാറാണ് അന്ന് ഉണ്ടാക്കിയത്. എന്നെ കൊതിപ്പിക്കുക. ഡ്രൈ ബീഫ്. അതെ. അതിനുശേഷം നമ്മള് ആൾക്കാരുടെ റിക്വയർമെന്റ് അനുസരിച്ച് പല ടൈപ്പ് അച്ചാറുകൾ, നോൺ വെജ് കുറെ ഐറ്റംസ് ഉണ്ടാക്കി. അങ്ങനെ ഇപ്പൊ നമുക്ക് 25 ടൈപ്പ് അച്ചാറുകൾ വെജും നോൺ വെജും ആയിട്ടുണ്ട്. 3 ഔട്ട്ലെറ്റ്. ഒന്ന് നമ്മുടെ കോലഞ്ചേരി പള്ളിക്കര റൂട്ടിൽ വരണം, കരിമുകള് ആലുവ റൂട്ടിൽ വരണം, മറ്റേ ഇരുമ്പനം കാക്കനാട് റൂട്ടിൽ വരണം. എന്താ കടയുടെ പേരെന്താ? അച്ചാറ് കട. അച്ചാറ് കട എന്നാണ് കടയുടെ പേര്. അച്ചാറ് മാത്രം വിൽക്കുന്ന കട അല്ലേ? ഒരു 5 ലക്ഷം രൂപയുടെ തേര് തരുന്നുണ്ട്. Rupees 380 received on phone pay. ഞാൻ ഇത് ആരെങ്കിലും കേട്ട് ഇൻസ്പിറേഷൻ കിട്ടുകയാണെങ്കിലേ അവർക്കും ചെയ്യാന്ന് കേസുള്ളൂ. ചെയ്തിരുന്നത് ആള് എനിക്ക് ശരിക്കും സ്റ്റുഡിയോ ഫീൽഡിലായിരുന്നു. സ്റ്റുഡിയോ ഫീൽഡിൽ ശരിക്കും ഔട്ടായി പോയായിരുന്നല്ലോ. മനസ്സിലായി. നമ്മളെ പുതിയ ആൾക്കാർക്ക്, എനിക്ക് അത്യാവശ്യം തടിയായിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പൊ അത്യാവശ്യം നമ്മളെ ചെറുപ്പക്കാര് പിള്ളേര് സ്റ്റുഡിയോ ഫീൽഡിലൊക്കെ കൈകാര്യം കഴിയുമ്പോൾ നമ്മൾ വിട്ടു. എന്നെ ഇപ്പൊ നമ്മൾ അതിലും വേറെ ഫീൽഡിൽ കയറി അങ്ങ് സെറ്റ് ആയില്ലേ? ഒരു ഇത്രയും പേർക്ക് ശമ്പളം കൊടുക്കുക എന്നുള്ളത് തന്നെ അവരെ കുടുംബങ്ങൾ കഴിച്ചു പോകുന്ന വലിയ കാര്യമാണല്ലോ. ഈ അച്ചാറുകളുള്ളൊരു ഐഡിയ, ബിസിനസ് ഐഡിയ എങ്ങനെയായിരുന്നു? അച്ചാർ കടാന്നുള്ളത് ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പൊ എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഈ ഓട്ടോറിക്ഷ ഓടിക്കും നമ്മൾ. അപ്പൊ ഓട്ടോറിക്ഷ ഓടിച്ച് ഇങ്ങനെ കുറച്ച് ലേഡീസിന് താമസ സൗകര്യം അന്വേഷിച്ച് പോവുക. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ ഒരു മുറി അവിടെ കണ്ടു. ഈ മുറി അവര് താമസിക്കാൻ കൊടുക്കാൻ. അപ്പൊ ഷട്ടറുള്ള മുറിയാ, കുറയുന്ന ഡോറും ഉണ്ട്. എനിക്ക് അവിടെ ചുമ്മാ വാടക ചോദിച്ചപ്പോ 2500 വാടകയുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് സംസാരിച്ച് എനിക്ക് ആ മുറി എടുത്ത് ഞാൻ ആ മുറി എന്റെ മനസ്സിൽ തോന്നി ഇത് നന്നായിട്ടൊന്ന് ഫർണിഷ് ചെയ്താലോ. നമ്മൾ അന്നേരം പ്രാർത്ഥന, ദൈവമേ 2500 കൊടുക്കാൻ കിട്ടണമെന്നാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാസം എത്രയും മുമ്പ് നമുക്ക് മനസ്സിലായി ഇവൻ സംഘം പൊളിയാണ്. ഭയങ്കര ചിന്തകളുണ്ട്. ഐ മീൻ എന്തെങ്കിലും ബിസിനസ് വെച്ച് തുടങ്ങിയാലോ, ചായക്കട തുടങ്ങിയാലോ, എന്ത് ബിസിനസ് ആയാലും നമ്മൾ അതിന്റെ പുറകെ നിൽക്കണം. നമ്മൾ കട്ടയ്ക്ക് കൂടെ നിന്നാൽ മാത്രമാണ് സെറ്റ് ആവത്തുള്ളൂ. ഈ ഈസ്റ്ററിന്റെ കോള് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കാര്യം ഒരുപാട് പേർക്ക് ഇത് ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. കാര്യം നമ്മൾ അതിൽ ഇന്ന് റാൻഡം ആയിട്ടുള്ള തോട്ടും എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കും. നമ്മളെപ്പോഴും വളരെ ഹൈ ഫണ്ട് ആയിട്ടുള്ള ഈ പറഞ്ഞ 3 CR 4 CR ഒക്കെ ആലോചിക്കുക. അല്ല, ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ വെൻ യു ആർ സ്റ്റാർട്ടിങ് എ ബിസിനസ് എപ്പോഴും എല്ലാരും പറയുന്ന പോലെ ഒരു കുറച്ചൊരു എമൗണ്ട് പുൾ ഔട്ട് ചെയ്യുന്ന രീതിയിൽ വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഈ കിട്ടുന്ന അടികളൊക്കെ ഭീമമാകും എന്നാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടത്. പിന്നെ ഈസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എന്ത് ഐഡിയ വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ പിന്നാലെ നിൽക്കുക. അതിന്റെ ഈ പിന്നാലെ ഈ പറഞ്ഞ എരിയും മണ്ണെണ്ണ നീയൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ നല്ല ആ ഒരു സ്പിരിറ്റ് ഒന്ന് ലൂസ് ചെയ്യാതെ പോലെ എന്ത് ഐഡിയ ആണെങ്കിലും ഭയങ്കരമായിട്ട് എന്റെ പിന്നാലെ നിന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. ഇത് 2 കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാൻ പറ്റുവാണെങ്കിൽ ബിസിനസ് സെറ്റ് ആവും. ബിസിനസ് സെറ്റായ ആളുകളൊക്കെ ഉണ്ടോ ഇങ്ങനെ ആലോചിച്ച് 2000 രൂപ വളരെ 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 നോർമൽ റേറ്റിൽ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സുകൾ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ടെങ്കിൽ. സോ അങ്ങനെ സക്സസ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ലെറ്റ് മീ നോ.
240894 ആണ് നമ്പർ. 24080943. ഈ ഒരു ട്രാക്ക് ഈസ്റ്ററിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലി പ്ലേ ചെയ്യാൻ പോവുകയാണ്, ഈസ്റ്ററിന്റെ ആ ഒരു ഹാർഡ് വർക്കിന് വേണ്ടിയിട്ട്. ആൻഡ് വി ഗൈസ് ആർ ട്രൂലി ഇൻസ്പയർഡ് ബൈ യു ഈസ്റ്റർ.